ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ നന്ദുവിനെ കൈയോടുകൂടി പിടികൂടിയിരിക്കുകയാണ് നമ്മുടെ അനിയൻ. അപ്പൊ അനി പറയുകയാണ്, ആ ഒരു പെണ്ണും രണ്ടാണും ആരാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിന്ന്. ഇത് കേട്ടത് നമ്മുടെ നന്ദു ഒന്ന് ഞെട്ടി കേട്ടോ. അപ്പം നന്ദു ചോദിച്ചു, അതെങ്ങനെ എനിക്ക് മനസ്സിലായി? എങ്ങനെ മനസ്സിലാകാതിരിക്കും? ആ പെണ്ണാണ് കൂടുതൽ അടിച്ചതെന്നാ പറഞ്ഞത്. ഏതായാലും ആണുങ്ങളെക്കാൾ ശക്തിയുള്ള പെണ്ണ് ഞാൻ കണ്ടതിൽ വെച്ച് അത് നീ തന്നെയാ. അപ്പൊ പിന്നെ നീ അല്ലാതെ വേറെ ആരാ അടിക്കാതിരിക്കുക? പിന്നെ ഇവന്മാർക്ക് ഇപ്പം ട്രീറ്റ് കൊടുക്കുന്ന കണ്ടപ്പോ മനസ്സിലായി നിങ്ങൾ 3 പേരും കൂടെ ചേർന്നാണ് ആ പണി കൊടുത്തത്. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാലും കൈയും തല്ലി ഒടിച്ച് ഒരു 5 മാസത്തോളം 6 മാസത്തോളം കിടപ്പിലാക്കണമായിരുന്നു, എങ്കിൽ മാത്രമേ അതിന്റെയൊക്കെ അഹങ്കാരം കുറയത്തുള്ളായിരുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മുടെ നന്ദു പറഞ്ഞു, അങ്ങനെ ഒന്നും അഹങ്കാരം കുറയില്ല, ഒരിക്കലും അവരുടെ അഹങ്കാരം കുറയാൻ പോകുന്നില്ല. പിന്നെ ചെറിയൊരു ഡോസ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ ഡോസ് കൊടുക്കാനും എനിക്കറിയാം എന്നിങ്ങനെ നന്ദു പറയാണ് കേട്ടോ. അപ്പൊ അനി പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാന് എല്ലാം ഫ്രീ ആയിട്ട് വിട്ടു തന്നിരിക്കുകയാണ്. ഇനിയിപ്പം 5-6 ഗുണ്ടകളെ വേണമെങ്കിൽ ഞാൻ നിനക്ക് ഇറക്കുമതി ചെയ്തു തരാം, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അഹങ്കാരം അത് തലയ്ക്ക് പിടിച്ചതാ 3 പേരും. ഒന്നുമില്ലെന്ന് എനിക്കറിയാം. വെറുതെ ഓരോന്ന് പറഞ്ഞ് നുണകൾ ഉണ്ടാക്കി അതുണ്ട് ഇതുണ്ട് ആനയുണ്ട് ചേനയുണ്ടെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്റെ വീട്ടിലേക്ക് കയറി വന്ന് എന്റെ സ്വൈര്യം കെടുത്തിയത് അവള്. വേണ്ട, ഒന്നും വേണ്ട, കഞ്ഞിക്ക് വക പോലും വേണ്ട, പക്ഷെ സമാധാനം മാത്രം മതിയായിരുന്നു. എന്റെ സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പം അവളുടെ സമാധാനം എന്തുകൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തിക്കൂടാ? അവളുടെ സമാധാനവും നഷ്ടപ്പെടണം. അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ദേഹത്താ തൊട്ടത് നന്നായത്. കാരണം അവളെ വളർത്തി വഷളാക്കിയത് അവര് തന്നെയാ. നന്ദു, ഇതിന് ഞാൻ നിനക്കുണ്ടല്ലോ, നിനക്ക് എന്താ വേണ്ടത്, നിനക്ക് ചോദിക്കുന്നത് ഞാൻ തരാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാരന്മാര് പറയാണ്, വേറെ എന്താ വേണ്ടത്? അതെ, നിങ്ങൾ രണ്ടുമായിരുന്നു ഒന്നിക്കേണ്ടത്. നിങ്ങൾ രണ്ടും ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നല്ലോ. ഇതിപ്പം ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോ നന്ദു പറയുന്നുണ്ട്, ഈ വക സംസാരങ്ങൾ വേണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ദേ, ഞാൻ പോവാ, എനിക്ക് സമയമില്ല, ഞാൻ ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ അതിന്റെ ഒരു തറവാട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നയനയോട് കാര്യങ്ങളൊക്കെ പറയാ. ഏതായാലും നല്ല രീതിയിൽ തന്നെ ചതച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടിനും. അട്ടിപ്പൊളിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് ദിവസം ഏതായാലും കയ്യിലും കെട്ടി കാലിലും കെട്ടിയൊക്കെ നടക്കേണ്ട ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വെറുതെ അവരെ ചൊടിപ്പിച്ചത് എന്തിനാ നവ്യേച്ചി? വേണ്ടായിരുന്നു. അങ്ങനെ ഓരോന്ന് ചൊടിപ്പിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അത് നമുക്ക് തന്നെ ആപത്ത്. അറിയാലോ, ഇപ്പൊ നവ്യേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉണ്ട്. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ പോലും പറ്റില്ല. നവ്യേച്ചിക്ക് സഹിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞ് അവരെ വാശി പിടിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പ്രശ്നം വഷളാവുക അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, ഇനി പ്രശ്നം വഷളാകാനൊന്നുമില്ല. ഇതിൽ കൂടുതൽ എന്ത് വഷളാകാനാ നയനയുള്ളത്? അവൾ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിയതും ഈ വീടും മുടിയുമല്ലേ ചെയ്യുന്നത്. അതറിയാതെ അവളെ തലയിൽ ഏന്തിക്കൊണ്ട് നടക്കുന്ന എന്താ പറയുക, എനിക്കറിയില്ല. അതുപോലെ എനിക്ക് ദേഷ്യം ഇപ്പൊ അവളോട്. അവള് 2 പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സമാധാനമായിരുന്നു. പക്ഷെ ആ ഒരു സമാധാനം പൂർത്തിയായത് തള്ളയ്ക്കും തന്തയ്ക്കും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാ. ഇനി ഏതായാലും ഒന്ന് അടങ്ങും, പേടി ഉണ്ടാകും, അത് ഉറപ്പാണ്. ഏതായാലും അടിച്ചത് നന്ദുവാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പോലീസ് കേസിനൊന്നും പോകാനും പോകുന്നില്ല. പോലീസ് കേസിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണം വരും. അന്വേഷണം വരുമ്പോ എന്തിനാണ് അടിച്ചത്, ഇതെന്തിനാണ് ചെയ്തതെന്നൊക്കെ ചോദ്യം വരുമല്ലോ. അപ്പൊ പിന്നെ സത്യങ്ങളൊക്കെ വെളിയിൽ വന്നാലോ. അതുകൊണ്ട് ഇതൊന്നും പുറത്തു വരാനും പോകുന്നില്ല. ആരാ അടിച്ചത്, അടി കിട്ടിയെന്ന് പോലും പുറത്തു വരാൻ പോകുന്നില്ല. ആരടിച്ചെങ്കിലും നന്നായിന്നേ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയത്തുള്ളൂ. ഇതിൽ കൂടുതൽ വേറൊന്നും വേണ്ടല്ലോ. ഏതായാലും നമുക്കിവിടെ ജീവിക്കുന്നിടത്തോളം കാലം സൂക്ഷിച്ചേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പൊ നിന്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോട് കുറച്ച് മനസ്സലിവൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം നയന പറയുന്നുണ്ട്, എന്തു മനസ്സലിവ്? അത് എന്നോടുള്ള മനസ്സലിവല്ല, അച്ഛനോടും അമ്മയോടും മുത്തച്ഛനോടും മുത്തശ്ശിയോടും ആദർശേട്ടന്റെ അച്ഛനോടും ഉള്ള സ്നേഹമൊക്കെയാണ് ആ ഒരു ഇതിൽ കാണിക്കുന്നത്. അല്ലാതെ എന്നോടുള്ള ഒരു പരിഗണനയോ സ്നേഹമൊന്നും അല്ല എന്ന് പറഞ്ഞപ്പം, അല്ല എന്തുകൊണ്ട് നീ ആ കരൾ കൊടുത്തതെന്ന് പറഞ്ഞുകൂടാ? അമ്മായിയോട് അത് പറയുകയാണെങ്കിൽ അമ്മായിക്ക് നിന്നോടുള്ള സ്നേഹം കൂടില്ലേ? അങ്ങനെയുള്ളൊരു സ്നേഹം വേണ്ട ചേച്ചി എനിക്ക്. എന്തിനാ അങ്ങനെയുള്ളൊരു സ്നേഹം? പകരത്തിന് പകരമായിട്ടൊരു സ്നേഹം അതെനിക്ക് ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതേ സമയമാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെ. അപ്പം ആദർശ് ഒരു കാര്യം തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പം
ഡിസൈൻ ഒക്കെ ഒരുപാട് ചെയ്യുന്ന നമ്മുടെ നയനിയെ വീട്ടിൽ തളച്ചിടേണ്ടതല്ല എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ ആദർശ് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാണ്, അതിന് അമ്മ സമ്മതിച്ചാൽ മാത്രമല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, അമ്മ സമ്മതിക്കാതെ ഞാൻ എന്തോ ചെയ്യും. അപ്പോഴത്തേക്കും മുത്തശ്ശനും പറയുന്നുണ്ട്, ദേവയാനി എന്തുകൊണ്ട് സമ്മതിക്കാത്തത്, ദേവയാനി സമ്മതിക്കും, നീ ദേവയാനിയോട് ഒന്ന് ചോദിച്ചു നോക്കാം, പിന്നെ അവളുടെ സമ്മതം ഇതിന് ആവശ്യമൊന്നുമില്ല, പിന്നെ നിനക്ക് ആവശ്യമാണെങ്കിൽ നീ ചോദിച്ചു നോക്കാൻ പറയണം. അപ്പൊ നയനയോട് ഈ കാര്യം പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല, വെറുതെ എന്തിനാ, വേണ്ട, അതിന്റെ കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, നീ ജ്വല്ലറിയിൽ സ്ഥിരമായിട്ട് ഡിസൈനറായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്കാൾ എത്ര പടി നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിക്ക് മുന്നേറാൻ കഴിയും, അത് നീ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ. അപ്പൊ നീ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി വളരാനാണോ അതോ മൂർത്തീസ് ജ്വല്ലറിനെ തളർത്താനാണോ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചപ്പം, എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, മൂർത്തീസ് ജ്വല്ലറി വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാണാൻ തന്നെയല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്, എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് നീ ചെയ്യണം, വേറൊന്നുമല്ല, നീ വരണം, നീ മൂർത്തീസ് ജ്വല്ലറിയുടെ ഡിസൈനർ ആയിട്ട് അവിടെ ജോയിൻ ചെയ്യണം. ഇവിടെ നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, അമ്മ നിന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നില്ല, അടുക്കളയിലും കയറ്റുന്നില്ല, പിന്നെ അമ്മയോട് ഈ കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, അമ്മ സമ്മതിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ വരണം എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് നമ്മുടെ നയന പറയുന്നുണ്ട്, ഏതായാലും അമ്മ സമ്മതിക്കട്ടെ, അമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന്. അങ്ങനെ ആദർശ് ചെന്ന് സംസാരിക്കാണ് കേട്ടോ ദേവയാനിയോട്. അങ്ങനെ ദേവയാനി ആദർശനെ കണ്ടതും, എന്താ മോനിപ്പോ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് സോപ്പിടാനും മാത്രമാണെന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞപ്പോ, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്, അല്ല നിന്റെ മുഖഭാവം കാണുമ്പോ എനിക്ക് അറിയാലോ, എടാ 10-28 വർഷമായിട്ട് നിന്നെ കണ്ടുവരുന്നതല്ലേ ഞാന്, എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞോ, ഇനിയിപ്പോ ഭാര്യയുടെ എന്തെങ്കിലും കേസാണോ എന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞത് ശരിയാ, ഞാൻ വന്നത് നയനെ കുറിച്ച് പറയാൻ തന്നെയാണ്, പക്ഷേ ഈ കാര്യം നമ്മൾ എല്ലാവരും കൂടെ തീരുമാനം എടുക്കേണ്ടതാണ്. ഏതായാലും അമ്മ നയനെ അടുക്കളയിലൊന്നും കയറ്റുന്നില്ല, ഇവിടെ ഇരുന്ന് നയനയ്ക്ക് ബോറും അടിക്കുമല്ലേ, എങ്കിൽ പിന്നെ നമുക്ക് മൂർത്തീസ് ജ്വല്ലറിയിൽ നയനെ കൊണ്ടുപോകൂടെ എന്നിങ്ങനെ ചോദിച്ചപ്പം, അവളെ എന്തിനാ മൂർത്തീസ് ജ്വല്ലറിയിൽ ഇനി കൊണ്ടുപോകുന്നത്, അത് വേറൊന്നിനും അല്ല, അവള് നന്നായിട്ട് ഡിസൈൻ ചെയ്യൂലേ. ഡിസൈന്, എന്ത് ഡിസൈന്, അവള് ചെയ്യുന്ന ഡിസൈനൊക്കെ നല്ലതാണെന്ന് നിങ്ങൾക്കല്ലേ അഭിപ്രായമുള്ളൂ, എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ ആദർശ് പറഞ്ഞു, അത് പിന്നെ അമ്മേ, എല്ലാവർക്കും അവള് ചെയ്യുന്ന ഡിസൈൻ ഇഷ്ടമാണ്, ഇപ്പം നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി ബാക്കി എല്ലാ ജ്വല്ലറിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് അവളുടെ ഡിസൈൻസ് കണ്ടിട്ട് തന്നെയാണ്. ഒരുപാട് പേര് ചോദിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഉയർച്ചയ്ക്ക് അവളെ എന്തുകൊണ്ട് കൊണ്ടുപോയി കൂടാ, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്നോട് പറഞ്ഞു, എന്തായാലും അമ്മയുടെ ഇഷ്ടവും കൂടെ കേട്ടിട്ടാന്ന് പറഞ്ഞപ്പോ, ഓ അമ്മയുടെ ഇഷ്ടം കേൾക്കാൻ വന്നാണോ നീ, ഈ അമ്മയ്ക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളോ ഒന്നുമില്ല, എന്റെ കരള് മാറ്റിവെച്ചത് നിനക്കറിയാലോ, അതോടുകൂടി ഞാൻ ആകെപ്പാടെ മാറിക്കഴിഞ്ഞു, എനിക്കിപ്പം ആകെ ഒറ്റൊരു ഉദ്ദേശമുള്ളൂ, അത് വേറൊന്നുമല്ല, ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകാതെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അച്ഛനും അസുഖം ഭേദമായിട്ടില്ല, അതുകൊണ്ട് അച്ഛന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം, പിന്നെ നിന്റെ ആഗ്രഹങ്ങൾ അത് ഞാനല്ലാതെ വേറെ ആരാ സാധിച്ചു തരുന്നത്, അതുകൊണ്ട് ഞാൻ പറയാ, അവള് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നിനക്ക് ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകണമെന്ന് നിർബന്ധമാണെങ്കിൽ നീ അങ്ങ് കൊണ്ടുക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും ആദർശിന് ഭയങ്കര സന്തോഷമായിട്ട്, പരം സന്തോഷം വേറെ ഉണ്ടോ നമ്മുടെ ആദർശിന്, ഏതായാലും ആദർശിന് ഒത്തിരി സന്തോഷമാകുകയാണ്. പക്ഷെ ഇതറിയുന്ന നമ്മുടെ ജലജയുടെയും അതുപോലെ അനാമികയുടെയും ജാനകിയുടെയും അഭിയുടെയൊക്കെ സമാധാനം നഷ്ടപ്പെട്ടു. അങ്ങനെ ജലജ പറഞ്ഞു, നീടാ പോങ്ങാ, നീ ഇവിടെ ഇരുന്നോടാ, നിന്നെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ, നീ ആ കമ്പനിയിൽ ഒരു സ്റ്റാഫായിട്ട് നിൽക്കുകയല്ലേ, നിനക്ക് 10-50,000 രൂപ ശമ്പളം ഉണ്ട്, കോടികളുടെ ശമ്പളം കിട്ടാൻ പോവുക, നിന്റെ ഏടത്തിക്ക് അവക്ക് ഇനി നോക്കിക്കോ, ഇനി അവൾ ആ മൂർത്തീസ് ജ്വല്ലറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് തലപ്പത്തിരിക്കും, നീ അവളുടെ കാല് പോയി പിടിക്കേണ്ട വരും എന്ന് പറയുമ്പോൾ, അമ്മ എന്താ ഈ പറയുന്നത്, ഞാൻ അറിഞ്ഞിട്ട് തന്നെ പറയുന്നത്, അവള് മൂർത്തീസ് ജ്വല്ലറിയുടെ ഡിസൈനർ ആയിട്ട് ഇനി ജോലി ചെയ്യാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ, ഇത്രയും നാളായിട്ട് ഇത്രയും വർഷമായിട്ട് നീ അവിടെ നിന്നിട്ട് എന്താ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ അതെന്റെ കുഴപ്പമാണോ, നിന്റെ കുഴപ്പം തന്നെയാ, നിന്റെ കഴിവ് കേട് തന്നെയാ, അവളുണ്ടല്ലോ, അവൾ ആരാന്നറിയാമോ സാധനം, അവള് വശീകരിച്ച് എല്ലാവരെയും പാട്ടിലാക്കും, അതുപോലെ ഡിസൈനും അവള് വശീകരിച്ചുണ്ടാക്കും, അവളെ എനിക്കറിയാലോ, അതുകൊണ്ട് ഇനി അവൾ അവിടെ കയറി പറ്റിക്കഴിഞ്ഞാല് മോനെ നിന്റെ ചീട്ട് കീറിന്ന് കൂട്ടിക്കൊണ്ടാ മതി എന്ന് പറയാ. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അഭിക്ക് വല്ലാത്തൊരു വെപ്രാളവും പരവേശവും ഒക്കെ ആവുകയാണ് കേട്ടോ. കാരണം അഭിയുടെ സ്ഥാനവും അവിടെ തെറിക്കും. അഭിയും ചെറിയ രീതിയിൽ ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരാളായിരുന്നു. അത് അഭിയല്ല ചെയ്യുന്നത്, പുറത്തു നിന്ന് ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ച് അഭി ആ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കുറെ തട്ടിപ്പൊക്കെ നടത്തുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ വിരാമം കുറിക്കുമെന്ന് നന്നായിട്ട് അഭിക്ക് അറിയാം. അതുകൊണ്ട് അഭിക്കും പേടിയായി തുടങ്ങി. ഈ സമയത്താണ് നമ്മുടെ നയനയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആദർശ് നയനയും കൂട്ടി ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പം ഓഫീസിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ
ദേവയാനിയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് കാലെ തൊട്ട് തൊടുമ്പോൾ ദേവയാനി നയനയുടെ തലയിൽ തൊട്ട് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. മുഖത്ത് അതൊന്നും കാണിക്കുന്നില്ലെങ്കിലും മനസ്സിൽ നന്നായിട്ടേ വരത്തുള്ളൂ മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. കിടിലൻ വിശേഷം തന്നെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷത്തിനായിട്ട് നാളെ രാവിലെ കറക്റ്റ് 7:30 നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തന്നെയാണ് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യുവാനുള്ള പ്രചോദനമൊക്കെ. അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ആരോ എന്നെക്കുറിച്ച് പറഞ്ഞെന്ന് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് പറയുകയുണ്ടായി, മുഖം കാണാൻ വലിയ രസമൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരൊരു 10-60 കമൻസ് വന്നു കേട്ടോ. ചിന്നു കമന്റ്സ് ഒന്നും മൈൻഡ് ചെയ്യേണ്ട, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ എന്തിനാണ് ബാഡ്സ് കമന്റ് നോക്കുന്നത്? ഞാൻ ബാഡ് കമന്റ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. വെറുതെ ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. നമ്മളെ കാണാൻ അത്ര ബോറാണോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഏതായാലും അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നു. നാളെ നമുക്ക് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.